ഹലോ, വെൽക്കം ബാക്ക്. അപ്പം ഒരുപാട് നാളായില്ലേ നമ്മൾ ലോങ് വീഡിയോയിലൊക്കെ വന്നിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഞങ്ങൾ സൗദിയിൽ നിന്നും ബഹ്റൈനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തിനാണ് പോകുന്നത് നമ്മൾ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ട്രാവൽ വ്ളോഗായിട്ടൊന്നും എടുത്തിട്ടുള്ളതല്ല കേട്ടോ. കുറച്ച് ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കല്ല. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ സൗദിയിൽ നിന്നും ബഹ്റൈനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു എന്നും. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ സൗദിയിലേക്ക് വരുന്നത് ഫാമിലി റെസിഡൻഷ്യൽ വിസ അല്ല, ഇക്കാമ വിസ അല്ല, അല്ലെങ്കിൽ വിസിറ്റാണ് നമ്മൾ വരുന്നതെങ്കിൽ നമ്മൾ 9 മന്ത് ആകുമ്പോൾ നമ്മുടെ വിസ എക്സ്പയർ ആകും, അല്ലെങ്കിൽ നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യണം. അത് ഓൺലൈനിൽ പിന്നെ നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റില്ല. 9 മന്ത് വരെ മാത്രമേ നമുക്ക് ഓൺലൈൻ റിന്യൂവൽ പോസിബിൾ ആകത്തുള്ളൂ. അപ്പോൾ 9 മന്ത് നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ബോർഡർ എക്സിറ്റ് ആയെങ്കിൽ മാത്രമേ നമുക്ക് ഇവിടെ തുടരാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ എടുക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിസ എക്സ്പയർ ആവുന്ന ആ ഒരു ടൈമിൽ ഞാൻ ഇതിനെക്കുറിച്ചിട്ട് യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്ക് റീസെൻ്റ് ആയിട്ടുള്ള വീഡിയോസൊന്നും കാണാൻ പറ്റില്ല. വീഡിയോസ് ഇട്ടിട്ടുണ്ട്, അതൊരു 1 ഇയർ അല്ലെങ്കിൽ 8 മന്ത് ബാക്കൊക്കെ ഉള്ള വീഡിയോ ആയിരുന്നു. അപ്പോൾ റീസെൻറ്റ് വീഡിയോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എന്നെപ്പോലൊക്കെ ആർക്കെങ്കിലും ഇത് പ്രയോജനപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. നമ്മൾ രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ താമസിക്കുന്ന സ്ഥലം ബുറൈദയിലാണ്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയത്. ഏകദേശം ഒരു 8 മണിക്കൂറോളം നമുക്ക് ട്രാവൽ വരുന്നുണ്ട്. ഞങ്ങളൊരു ട്രാവൽ ഏജൻസി വഴിയാണ് കേട്ടോ മൂവ് ചെയ്തത്. അപ്പം നമുക്ക് കുറച്ചും കൂടി ബെറ്റർ അങ്ങനെ പോകുന്നതായിരിക്കും. അപ്പം അവർ തന്നെ നമുക്കെല്ലാം ചെയ്തു തരും. അപ്പോൾ ഒരു 1:30 ആയപ്പോഴേക്കും ഞങ്ങൾ റിയാദിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മളൊരു ട്രാവലറിലാണ് പോയത്. അപ്പോൾ 14 പേരുടെ സീറ്റുള്ളൊരു വണ്ടിയായിരുന്നു കേട്ടോ. അപ്പം മലയാളികളായിട്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ബാക്കിയെല്ലാം മറ്റ് രാജ്യക്കാരൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മൾ സുബഹിയൊക്കെ നിസ്കരിച്ചതിന് ശേഷം ഒരു 6-6:30 ആയപ്പോഴാണ് നമ്മൾ ആ ഒരു ബഹ്റൈനും സൗദിയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ആ ഒരു കോസ്വേയിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. അപ്പോൾ ചെറുതായിട്ടൊക്കെ നേരം വെളുത്ത് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് ഇത് ഒരു ബ്രിഡ്ജിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുന്നതാണ്. കിങ് ഫഹദ് കോസ്വേ എന്ന് പറയും. റോഡ് മാർഗ്ഗം നമ്മൾ സൗദി അറേബ്യയും ബഹ്റൈനും തമ്മിൽ ബന്ധിപ്പിക്കുന്ന 25 കിലോമീറ്റേഴ്സ് നീളമുള്ള ഒരു പാലമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിലേക്കൂടിയാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ നടുക്കായിട്ട്, അതായത് മിഡിൽ പോർഷനിലായിട്ടൊരു മാൻമെയ്ഡ് ഐലൻഡ് വരുന്നുണ്ട്. അവിടെയാണ് നമ്മുടെ എമിഗ്രേഷൻ കൗണ്ടറും കാര്യങ്ങളൊക്കെ വരുന്നത്. അവിടെ വരെയാണ് നമ്മൾ എത്തുന്നത് കേട്ടോ. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകത്തില്ല. നമുക്ക് പക്ഷേ 14 ദിവസത്തെ ഓൺ അറൈവൽ വിസയാണ് കിട്ടുന്നത്. പക്ഷെ നമ്മൾ ആ ബോർഡർ ക്രോസ് ചെയ്ത് ഇങ്ങനെ തിരികെ വരികയാണ് ചെയ്യുന്നത്. അപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നും ഇല്ല കേട്ടോ. അപ്പം നമ്മൾ പോവുകയാണെന്നുണ്ടെങ്കിൽ ഏർലി മോർണിംഗ് ഒരു 6:30 തൊട്ട് ഒരു 10 മണിക്കുള്ളിൽ ഇവിടെ എൻ്റർ ചെയ്യുന്ന രീതിയിലായിട്ട് പോവുക. അപ്പോൾ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലാതെ തന്നെ നമ്മുടെ പ്രൊസീജിയറും കാര്യങ്ങളും കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് തിരികെ പോരാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ബഹ്റൈനിൽ തന്നെ പോകണമെന്ന് നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ഏത് ബോർഡർ വേണമെങ്കിലും ക്രോസ് ചെയ്യാം. നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയത് ബഹ്റൈനിൽ പോയിട്ട് വരുന്നതാണ്. അതുകൊണ്ട് ഞങ്ങൾ ബഹ്റൈൻ ചൂസ് ചെയ്തതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ മെയിനായിട്ട് വേണ്ടുന്ന പേപ്പേഴ്സ് എന്ന് പറയുന്നത് വിസ പേപ്പറും വേണം, അതേപോലെ തന്നെ നമ്മുടെ ഒറിജിനൽ പാസ്പോർട്ടും വേണം കേട്ടോ. അപ്പോൾ നമ്മൾ വിസ റിന്യൂ ചെയ്യാനുള്ളവർ മാത്രമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ എൻ്റെ ഹസ്ബൻഡൊക്കെ ഈ ഒരു ഐലൻഡിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇത് നമ്മുടെ സൗദിയുടെ ബോർഡറാണ്. ഓക്കെ, അപ്പം നമ്മൾ ആദ്യത്തെ പ്രൊസീജിയർ വരുന്നത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ പാസ്പോർട്ട് എല്ലാം കളക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം അവർ നമ്മുടെ കയ്യിലൊരു ഫിംഗർ മെഷീൻ തരും കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ അവരുടെ പേര് വിളിക്കുന്നതിനനുസരിച്ച് പാസ്പോർട്ടിൻ്റെ ഓർഡർ അനുസരിച്ച് നമ്മൾ ഫിംഗർ തമ്പ് ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ ഇവിടുത്തെ പ്രൊസീജിയർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ കൂടെ വരുന്നവർ വിസ റിന്യൂ ചെയ്യാൻ ഇല്ലാത്തവരെയൊക്കെ നമുക്കിവിടെ ഇറക്കും കേട്ടോ. അവർക്കിവിടെ റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് വരുന്നവർ അവർക്കിവിടെ ഇരുന്ന് റെസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ രണ്ടാമതായിട്ടൊരു ഓഫീസിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ നമ്മൾ വിസ പേപ്പറും പാസ്പോർട്ടുമായിട്ട് ഇറങ്ങണം. എന്നിട്ട് നമ്മൾ പാസ്പോർട്ട് അവിടെ കൊടുക്കണം, എന്നിട്ട് വിസ പേപ്പറും കൊടുക്കണം. വിസ പേപ്പർ അവർ നമുക്ക് തിരിച്ചു തരും, പാസ്പോർട്ട് അവരവിടെ വെക്കും. എന്നിട്ട് പിന്നെ നമ്മൾ നെക്സ്റ്റ് കൗണ്ടറിൽ നിന്ന് നമ്മുടെ ഡ്രൈവർ അത് കളക്ട് ചെയ്യും. എന്നിട്ട് വീണ്ടും നമ്മൾ അടുത്തടുത്ത് പോകണം കേട്ടോ. അടുത്തടുത്ത് പോകുമ്പോൾ വീണ്ടും നമുക്ക് പാസ്പോർട്ടും പിന്നെ വിസ പേപ്പറിൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മൾ പാസ്പോർട്ട് കൊടുക്കുക. അവിടെയാണ് നമുക്ക് വിസ അടിച്ച് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ എന്നിട്ട് വീണ്ടും നമ്മൾ തിരികെ വരുന്ന സമയത്ത് ഇതേപോലെ തന്നെ നമ്മൾ ബോർഡർ എക്സിറ്റ് ആവുന്ന സമയത്ത് വീണ്ടും നമ്മൾ ഫിംഗർ കൊടുക്കണം. ഇത്രയുമാണ് അവിടെ പ്രൊസീജിയറായിട്ട് വരുന്നത്. 2 ഫിംഗർ ഇംപ്രഷനും വരുന്നുണ്ട്. 2 ഓഫീസിൽ നമ്മൾ പാസ്പോർട്ടും വിസ പേപ്പറും കാണിക്കേണ്ടി വരുന്നുണ്ട് കേട്ടോ. ഇത്രയും വരുന്നുള്ളൂ. അപ്പോൾ കാറിലൊക്കെ പോകുമ്പോൾ ഇറങ്ങേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ എനിക്കതറിയില്ല. ഞങ്ങൾ പോയത് ട്രാവലറിലാവുന്നത് കൊണ്ടും കുറച്ച് ആൾക്കാരുള്ളത് കൊണ്ടും ആയിരിക്കണം ചിലപ്പോൾ ഞങ്ങളെ ഇറക്കിയത് കേട്ടോ. വേറെ കാറിൽ വരുന്നവരൊന്നും അവിടെ ഇറങ്ങുന്നതായിട്ട് ഞാൻ കണ്ടില്ല. പലർക്കും പല കൗണ്ടറാണ് കേട്ടോ. അപ്പോൾ
ഒരുപാട് കൗണ്ടറുകളുണ്ട്. ഇപ്പോൾ നമ്മൾ പോകുന്ന വേയിലുള്ള കൗണ്ടറിലായിരിക്കും നമ്മൾ ഇറങ്ങുക. അപ്പം രണ്ടിടത്ത് നമുക്ക് ഫിംഗർ കൊടുക്കേണ്ടടുത്ത് നമ്മൾ ഇറങ്ങേണ്ട കാര്യമില്ല. അവിടെ നമുക്ക് വണ്ടിയിൽ തന്നെയാണ് തരുന്നത് കേട്ടോ. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ വരുന്നത്. അപ്പോൾ 14 ദിവസത്തെ ഓൺ അറൈവൽ വിസ കിട്ടിയിട്ടുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ പിന്നെ സൗദി ബോർഡറിൽ നിന്ന് നമ്മൾ റിട്ടേൺ വരുവാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ബഹ്റൈനിൽ പോയിട്ട് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്തു, അവിടെ നിന്ന് നമ്മൾ റിട്ടേൺ വന്നു. ഇത്രയാണ് അവിടെ പ്രൊസീജിയറായിട്ട് വരുന്നത്. ഇത്രയേ ഉള്ളൂ പ്രൊസീജിയർ എന്ന് പറയുന്നത്. മനോഹരമായിട്ടുള്ളൊരു പാലമാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ നമുക്ക് കറക്റ്റ് വ്യൂ ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല. തിരിച്ചു വന്നപ്പോഴാണ് കുറച്ചും കൂടി നല്ല ഭംഗിയിട്ട്. ഇപ്പോൾ കാറിലൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കാണാൻ കേട്ടോ. നമ്മൾ ട്രാവലറിലാണ്, സീറ്റൊക്കെ നമുക്ക് ബാക്കിലൊക്കെ ആയതുകൊണ്ട് കറക്റ്റ് വ്യൂ ഒന്നും കിട്ടിയില്ല. എന്നാലും നല്ല മനോഹരമായിട്ടുള്ള കടലിൻ്റെ നടുക്കൂടെ നമുക്ക് ഇങ്ങനെ സഞ്ചരിക്കുന്ന പോലെ തന്നെ തോന്നും കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഞങ്ങളിന്ന് സൗദിയിൽ എൻ്റർ ചെയ്തതിന് ശേഷം ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൊണ്ടുവന്ന ആ ഒരു ഡ്രൈവർ തന്നെ അടുത്ത കുറച്ച് ആൾക്കാരെ ഇവിടെ നിന്നും വീണ്ടും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ബോർഡറിലേക്ക്. അപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം ഒരു 1 hour ഡിലേ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുറച്ച് നേരം റെസ്റ്റ് എടുത്തപ്പോഴാണ് ഡ്രൈവർ തിരികെ വന്നത്. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പോന്നു. പിന്നെ ഇടയ്ക്ക് നമ്മൾ ലഞ്ച് കഴിക്കാനും നമസ്കരിക്കാനും ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഏകദേശം നമ്മൾ അവിടെ നിന്നൊരു 9 മണിയൊക്കെ ആയപ്പോഴാണ് കേട്ടോ നമ്മൾ തിരിച്ചിട്ടുണ്ടായിരുന്നത്. വൈകിട്ട് ഒരു 5:30 ആയപ്പോഴേക്കും നമ്മൾ താമസ സ്ഥലത്തേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്ക് റിയാദിലൊക്കെ ചെറിയ ട്രാഫിക് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ലാതെയൊക്കെ നമ്മുടെ വലിയ തിരക്കൊക്കെ കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉപകാരപ്പെട്ടൊരു വീഡിയോ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യണേ, കമൻറ്റ് ചെയ്യാൻ മറക്കണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.